നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ രാമനാട്ടവും കൃഷ്ണനാട്ടവും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ രാമനാട്ടം എന്ന്, കൃഷ്ണനാട്ടം എന്ന് ഒക്കെ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ് കേട്ടോ കൃഷ്ണനാട്ടം. ഒട്ടുമിക്ക ദിവസമുണ്ട്, ആണ്ടിൽ ഒരു മാസമൊക്കെ ആ കളിക്കാർക്കൊരു വിശ്രമത്തിന് വേണ്ടി, അവരുടെ ശരീരപുഷ്ടിക്ക് വേണ്ടി, സുഖചികിത്സ നടത്തുന്നതിന് വേണ്ടി ഒരു ഒഴിവുണ്ട്. ബാക്കി ദിവസങ്ങളിലൊക്കെ ഉണ്ട്. അത്താഴപൂജ കഴിഞ്ഞതിന് ശേഷം അരങ്ങേറുന്ന ഒരു കലാരൂപമാണ് കൃഷ്ണനാട്ടം. ഈ കൃഷ്ണനാട്ടം ഉണ്ടാക്കിയത് കോഴിക്കോട്ട് മാനവേദൻ എന്ന് പറയുന്ന ഒരു രാജാവാണ്. സാമൂതിരി എന്നാണ് ആ രാജാവിൻ്റെ സ്ഥാനപ്പേര്. അദ്ദേഹം ശ്രീകൃഷ്ണ കഥകൾ ചിട്ടയായിട്ട് എഴുതിയുണ്ടാക്കി അതിൽ കലാകാരന്മാർ ആ ഭാഗമൊക്കെ അഭിനയിച്ച് നല്ല ഭംഗിയിൽ, നല്ല വേഷവിധാനങ്ങളോടെ, നല്ല മേളക്കൊഴിപ്പോടെ, നല്ല കലാഭംഗിയോടുള്ള പാട്ടോടുകൂടി, താളമേളങ്ങളോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് കേട്ടോ കൃഷ്ണനാട്ടം. അപ്പോൾ തെക്ക് ഭാഗത്തൊക്കെ ഉള്ളൊരു കൊട്ടാരക്കര ദേശത്തൊക്കെ കേട്ടേക്കും പ്രസിദ്ധി കൃഷ്ണനാട്ടത്തിൻ്റെ. കോഴിക്കോട് സാമൂതിരി മാനവേദൻ എഴുതിയ പാട്ട്, കൃഷ്ണഗീതികൾ, അതിനനുസരിച്ച് നൃത്തം ചെയ്യുന്ന കലാകാരന്മാർ, അതാണ് കേട്ടോ കൃഷ്ണനാട്ടം കേട്ട്. അപ്പോൾ കൊട്ടാരക്കര തമ്പുരാൻ തെക്ക് ഭാഗത്തുള്ളൊരു രാജ്യമാണ് കൊട്ടാരക്കരയ്ക്കടുത്ത്. ഇളയടത്ത് സ്വരൂപം എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര്. പണ്ട് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ അറിഞ്ഞില്ലേ കേരളമൊക്കെ. ഈ ഇളയടത്ത് സ്വരൂപത്തിലെ തമ്പുരാനൊരു മോഹം കൃഷ്ണനാട്ട കലാകാരന്മാരെ തൻ്റെ രാജ്യത്തേക്ക് ക്ഷണിച്ചു വരുത്തി അവിടെയുള്ളവർക്കൊക്കെ ഒന്ന് കൃഷ്ണനാട്ടം കാണിക്കണമെന്ന്. അത് അദ്ദേഹം ഓല എഴുതി കൊടുത്തു. അന്നൊക്കെ പ്രത്യേകമായിട്ട് ഓലയിൽ, പനയോലയിൽ എഴുതി വിവരം ആളുടെ കൈവശം കൊടുത്തയക്കും. അങ്ങനെയാണല്ലോ പതിവ്. അങ്ങനെ ഇളയടത്ത് സ്വരൂപത്തിലെ നാടുവാഴി രാജാവ് കോഴിക്കോട്ട് മാനവേദനൊരോല കൊടുത്തയച്ചു. ആ കൃഷ്ണനാട്ട സംഘത്തെ ഒന്ന് അയക്കണം, ഇവിടെയുള്ളവർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അവരുടെ കളികൾ. ആ ഓല അവിടെ മേടിച്ചു വെച്ചു. മാനവേദന എന്ത് വിചാരിച്ചു എന്നാ കണ്ടത് തന്നെ കൃഷ്ണനാട്ടം. ഇത് തന്നെ ഒരവസരം. ഇളയടത്ത് സ്വരൂപത്തിലെ രാജാവിനെ, തെക്കുള്ള രാജാവിനെ ഒന്ന് ചെണ്ട കൊട്ടിയ, ഒന്ന് പരിഹസിക്കാൻ കിട്ടുന്ന അവസരം. അദ്ദേഹം മറുപടി കൊടുത്തയച്ചു. എന്താണെന്ന് കൊടുത്തയച്ച, ഞങ്ങളുടെ ഈ കൃഷ്ണനാട്ടം, അതായത് കോഴിക്കോട് സാമൂതിരിയുടെ വടക്കുള്ള ദേശത്തുള്ള കൃഷ്ണനാട്ടം കാണാനുള്ള അറിവും കഴിവും ഒക്കെ വടക്ക് ഭാഗത്തുള്ളവർക്കേ ഉള്ളൂ. തെക്കുള്ളവർക്ക് അതൊന്നുമില്ല. കൃഷ്ണനാട്ടമൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് കൃഷ്ണനാട്ട സംഘത്തെ അങ്ങോട്ട് അയക്കണില്ല. ഇളയടത്തെ രാജാവിന് വിഷമായില്ലേ? വിഷമാവാന്നല്ല, നാണക്കേടായിപ്പോയി. തെക്ക് ഭാഗത്തൊന്നും കൃഷ്ണനാട്ടം കണ്ടാൽ മനസ്സിലാകുന്നവരില്ല എന്നല്ലേ പറഞ്ഞേ. ഇതിലപ്പുറമുണ്ടോ ഒരു പരിഹാസം? അദ്ദേഹം പറഞ്ഞു, ഏയ് അങ്ങനെ പരിഹാസം കേട്ടിരുന്നാൽ പറ്റില്ലല്ലോ. അദ്ദേഹം ഒത്തിരി കലാസാഹിത്യാദികളുടെ കസ്കിലൊക്കെയുള്ള ആളാണ്. അദ്ദേഹത്തിന് വിചാരിച്ച എഴുതാനൊക്കെ പറ്റും. അദ്ദേഹം കുറച്ച് പനയോലയും നാരായം എഴുതുന്ന ഒരു ഇന്നത്തെ പെൻസില് പേന പോലെയുള്ളത്, പണ്ടൊക്കെ നാരായമാണ് ഈ ഓലയിൽ എഴുതാൻ. ആ നാരായം കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് പോയി. അകത്ത് കയറി കഥകൾ അങ്ങോട്ട് അടച്ചു. കുറച്ച് ദിവസം അവിടെ ഇരുന്നിട്ട് അമ്മ മഹാറാണി മാത്രം ആ ഭക്ഷണാദി കാര്യങ്ങൾ കൊണ്ടുകൊണ്ടൊക്കെ വരും. അവിടെ തന്നെ ഇരിപ്പും വിചാരം. രാജ്യകാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ല. ഒക്കെ അമ്മ മഹാറാണിയാണ് ഭരിക്കുന്നത്. ആ സമയത്ത് കുറച്ച് ദിവസമായി പുറത്തേക്ക് കാണല്ലേ. എൻ്റെ ഇളയടത്ത് ഭഗവതി, എന്താണ് ഉണ്ണിക്ക് എന്താണാവോ തോന്നണേ, ഉണ്ണി അവിടെ എന്താണാവോ ചെയ്യണേ എന്നിങ്ങനെ പരിഭ്രമിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കൂടി കാത്തു നോക്കാം, എന്താണെന്ന് നോക്കിയിരിക്കാം എന്നിങ്ങനെ വിചാരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തമ്പുരാൻ കൂടെ പുറത്തേക്ക് പോകും. ഇളയടത്ത് തമ്പുരാൻ വന്നപ്പോൾ കയ്യിൽ ഓലകൾ എഴുതിയിട്ടുണ്ട്, നാരായം കൊണ്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ട് മറ്റേ മന്ത്രിമാരെ വിളിച്ചു പറഞ്ഞു, കൃഷ്ണനാട്ട സംഘത്തെ അല്ലേ വടക്കുന്നും ഇങ്ങോട്ട് തെക്കോട്ട് അയക്കില്ലെന്ന് ഞാൻ രാമനാട്ടം എഴുതി. അതാണ് രാമൻ്റെ കഥകൾ, ശ്രീരാമൻ്റെ രാമായണത്തിലെ കഥകൾ. സീതാസ്വയംവരം, പുത്രകാമേഷ്ടി, ഖരവധം,
രാവണവധം, ഹനുമാൻ്റെ സുഗ്രീവൻ്റെ ഹനുമാൻ്റെ ഒക്കെ കഥാപാത്രങ്ങളായിട്ടുള്ള രാമായണ കഥകളൊക്കെ പലതരത്തിലൊക്കെ അങ്ങോട്ട് എഴുതി ഓരോരോ ഭാഗം അഭിനയിക്കാനുള്ള കലാകാരന്മാരെയൊക്കെ കണ്ടു. അത് പിടിച്ച് ഈ പാട്ട് രാമനാട്ടപ്പാട്ടുകൾ പാടി നല്ല താളക്കൊഴുപ്പോട് കൂടിയിട്ട് കലാകാരന്മാരെ അങ്ങോട്ട് നൃത്തം ചിട്ടയിൽ അങ്ങനെ നൃത്തം ചെയ്യുകയും അങ്ങനെ രാമനാട്ടം എന്ന പേരിൽ ആ കലാരൂപം അവതരിപ്പിക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ, കൃഷ്ണനാട്ടത്തെ വെല്ലുന്ന വിധത്തിൽ രാമനാട്ടം വന്ന് ആ രാമനാട്ടമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കഥകളി. അങ്ങനെയാണ് രാമനാട്ടം ഉണ്ടായത്, കഥകളി ഉണ്ടായത്. കേരളത്തിൻ്റെ തനത് കലാരൂപമായിട്ട് ഇന്നിപ്പോൾ കഥകളി വിദേശത്തൊക്കെ നല്ല പേരും പ്രശസ്തിയാണ്. കൃഷ്ണനാട്ടത്തിനും ഉണ്ട് കേട്ടോ പേരും പ്രശസ്തി. അതും നല്ലൊരു കലാരൂപം തന്നെയാണ്. സ്വല്പമൊക്കെ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. വേഷഭൂഷാദികളും താളമേളങ്ങളും കൊഴുപ്പും ഇമ്പമുള്ള പാട്ടുകളും നല്ല ഭംഗിയോടുകൂടിയ വസ്ത്രങ്ങളും ഒക്കെ രണ്ട് കളിക്കുന്നുണ്ട്. അങ്ങനെയാണ് രാമനാട്ടവും കൃഷ്ണനാട്ടവും ഉണ്ടായത്. രാമനാട്ടം എന്ന് പറഞ്ഞാൽ കഥകളി, കൃഷ്ണനാട്ടം എന്ന് പറഞ്ഞാൽ ഇന്നും വടക്ക് ദേശങ്ങളിലൊക്കെ ഇപ്പോൾ വ്യത്യാസമൊന്നുമില്ല. അപ്പം കൃഷ്ണനാട്ടം തങ്ങൊക്കത്തെ കൊണ്ടുപോകും. ഓരോരോ ക്ഷേത്രങ്ങളിലൊക്കെ ഇറങ്ങിയിട്ട് കൃഷ്ണനാട്ടം ഉണ്ട്. ഗുരുവായൂർ പോയാൽ ക്ഷേത്രത്തിൽ ഇപ്പോഴും കൃഷ്ണനാട്ടം ഉണ്ട് കേട്ടോ. ഒട്ടുമിക്ക ദിവസവും ഉണ്ട് കേട്ടോ. ചിലൊരു സെറ്റ് അവധി ഉണ്ടോന്ന് രൂപയില്ല, അത്രേ ഉള്ളൂ. അതാണ് ഇന്നത്തെ കഥ. രാമനാട്ടം ഉണ്ടായ കഥ, കൃഷ്ണനാട്ടവും രാമനാട്ടവും. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.